വെരി ഗുഡ് മോർണിംഗ് ആരംഭിക്കുന്നത് ഒരു ഓർമ്മയിൽ നിന്നാണ് അല്ലേ? എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മദിനമാണിന്ന്. പ്രകൃതിക്കും അങ്ങനെ തന്നെയായിരിക്കും. മനോഹരമായ കവിതകൾ കൊണ്ട്, അതായത് പാട്ടെഴുത്തിൽ കവിതകൾ എല്ലാ കാലവും സൂക്ഷിച്ച ഒരാളാണ് ഗിരീഷ് പുത്തഞ്ചേരിയും. കാവ്യാത്മകമായ പാട്ടുകൾ ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മദിനമാണ് ഇന്ന്. അദ്ദേഹം ഓർമ്മയായിട്ട് 14 വർഷമാണ്. കാവ്യഭംഗി നിറഞ്ഞ പാട്ടുകളാണ് പുത്തഞ്ചേരിയെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവാക്കി മാറ്റിയത്. മറക്കാനാകാത്ത പാട്ടുകളും കാൽപ്പനികത നിറഞ്ഞ കവിതകളും നമുക്ക് അദ്ദേഹം സമ്മാനിച്ചു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം മറക്കാനാകാത്ത എത്ര പാട്ടുകളാണ് ആ തൂലികയിൽ വിരിഞ്ഞത്. കിനാവിന്റെ പടികടന്നെത്തുന്ന പ്രണയത്തിന്റെ പദനിസ്വനം പോലെ മനോഹരമായ വരികൾ. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. ഓരോ പാട്ടും മനോഹരമായ കവിതകളായിരുന്നു. നിഴലും നിലാവും സുഖവും ദുഃഖവും ജീവിതത്തിന്റെ ഋതുഭേദങ്ങളെല്ലാം ആ വരികളിൽ നിറഞ്ഞു നിന്നു. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. തച്ചോളി വർഗീസ് ചേകവരിലെ മാലേയം മാറോടണിഞ്ഞും, പുനരധിവാസത്തിലെ കനകമുന്തിരികൾ, മാടമ്പി എന്ന ചിത്രത്തിലെ അമ്മ മഴക്കാരന്, കേട്ടാലും കേട്ടാലും മതിവരാത്ത എത്രയെത്ര ഗാനങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി നമുക്ക് സമ്മാനിച്ചത്. വടക്കുനാഥൻ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി. സൂര്യനാളമൊരു സ്വരമഴയുടെ പിടിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന 100-ലധികം കവിതകൾ, 2 പുസ്തകങ്ങൾ, മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം 7 തവണ. ലളിതസുന്ദരമായ പാട്ടുകളിലൂടെ ആ അതുല്യ പ്രതിഭയെ നമ്മൾ ഇന്നും ഓർക്കുന്നു. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. റിസർച്ച് ഡെസ്ക് 24. സ്മിത സൂചിപ്പിച്ചതുപോലെ എത്രയെത്ര മനോഹരമായ ഗാനങ്ങൾ. പ്രത്യേകിച്ച് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ തച്ചോളി വർഗീസ് ചേകവരിലെ ആ ഗാനം മാലയം. അതെ, നമുക്കിതെല്ലാം കൂടി 1 മിനിറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇങ്ങനെ ആ പാട്ടുകളൊക്കെ ഓർക്കായിരുന്നു. അതുപോലെ ഏറ്റവും നല്ലത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഉറങ്ങാതെ രാവുറങ്ങിയില്ല. അതിലിങ്ങനെ പറയുന്നുണ്ട്, പാതിരാവനമുല്ല ജാലകം വഴി എൻ്റെ മോതിര വിരലിന്മേൽ ഉമ്മ വച്ചു. എത്ര മനോഹരമായ കവിതകളാണ്. അദ്ദേഹത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടാണ് ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നത്.